എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISROയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അസിസ്റ്റൻറ്റ് UDC അപ്പർ ഡിവിഷൻ ക്ലർക്ക് തുടങ്ങിയ വിവിധ പോസ്റ്റുകളിലേക്ക് ജോലി അവസരമുണ്ട്. സ്ഥിരജോലിയാണ്. കേരളത്തിലും അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയിലേക്കാണ് ഇപ്പോൾ അസിസ്റ്റൻറ്റ്, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വിവിധ സോണുകളിലായിട്ടാണ് വേക്കൻസി ഉള്ളത്. പോസ്റ്റ് നമ്പർ 1 അസിസ്റ്റൻ്റ് ആണ്. സോണുകൾ വരുന്നത് അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ഹസൻ, ഹൈദരാബാദ്, മഹേന്ദ്രഗിരി, ന്യൂഡൽഹി, ശ്രീഹരിക്കോട്ട, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് 6 വേക്കൻസിയാണുള്ളത്. ടോട്ടൽ 113 വേക്കൻസി. അടുത്തത് പോസ്റ്റ് നമ്പർ 2 ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ്. ഇവിടെയും സോൺ വരുന്നത് അഹമ്മദാബാദ്, ബംഗളൂരു, ഹസൻ, ഹൈദരാബാദ്, മഹേന്ദ്രഗിരി, ശ്രീഹരിക്കോട്ട, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് 21 വേക്കൻസിയാണ്. അടുത്തത് പോസ്റ്റ് നമ്പർ 3 UDC ബാംഗ്ലൂരിലാണുള്ളത്. സ്റ്റെനോഗ്രാഫറും വേക്കൻസി ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കേരളത്തിലും അവസരമുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അസിസ്റ്റൻറ്റ് ഓർ UDC പോസ്റ്റുകളിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി വിത്ത് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ പ്രൊഫഷൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് പ്രൊഫഷൻ്റ് ആയിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി വിത്ത് 60% കുറയാത്ത മാർക്ക്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ ഓർ സെക്രട്ടേറിയൽ പ്രാക്ടീസ് വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. 1 ഇയർ എക്സ്പീരിയൻസ് ആ സ്റ്റെനോ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ മിനിമം സ്പീഡ് ഓഫ് 60 വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് സ്റ്റെനോഗ്രഫി ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് ഈ തസ്തികകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 28 വയസ്സ് വരെയാണ്. OBC ആണെങ്കിൽ 31 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 33 വയസ്സ് വരെ ഇളവുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ്മെനും PWD കാറ്റഗറിക്കുമൊക്കെ ഇളവുണ്ട്. അൺറിസർവ്ഡ് ഓർ EWS ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് 17/8/1998 ശേഷം ജനിച്ചവരായിരിക്കണം. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 17/8/1995 ശേഷം ജനിച്ചവരായിരിക്കണം. SC ST ആണെങ്കിൽ 17/8/1993 ശേഷം ജനിച്ചവരായിരിക്കണം. ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. പിന്നെ നിങ്ങൾ കാറ്റഗറി അനുസരിച്ച് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡിഫറൻറ്റ് സോണുകളിൽ പല പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു പോസ്റ്റ് തന്നെ പല സോണുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 16 ആണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ ആപ്ലിക്കൻസിന് ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അത് നിങ്ങളുടെ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് ഇമെയിൽ IDയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. സെലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ആയിരിക്കും അയച്ചു തരുന്നത്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആണെങ്കിൽ 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ 500 രൂപയാണ്. ഇനി അസിസ്റ്റൻറ്റ്, UDC, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ ഈ 4 പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 1000 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് പ്രോസസ്സിംഗ് ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. വുമൺ കാൻഡിഡേറ്റ്സിനും SC ST കാറ്റഗറിക്കും PWD കാറ്റഗറിക്കും എക്സ് സർവീസ് മെന്നും ഫുൾ എമൗണ്ടും റീഫണ്ട് കിട്ടുന്നതാണ്. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 100 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അക്കൗണ്ടിലായിരിക്കും റീഫണ്ട് വരുന്നത്.
ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. SC ST PWBD എക്സ് സർവീസ്മെൻ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ JPG ഫോർമാറ്റിലായിരിക്കണം. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് കേരളത്തിൽ എറണാകുളത്തുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തും സെൻറ്ററുണ്ട്. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. അസിസ്റ്റൻറ്റ് ഓർ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഓർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ മിനിമം ബേസിക് പേ വരുന്നത് 25,500 രൂപയാണ്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. ടെമ്പററി പോസ്റ്റുകളാണ്, പക്ഷേ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സ്കിൽ ടെസ്റ്റിനൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 16 ആണ്, മറക്കണ്ട. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്, www.isro.gov.in. ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട രീതി കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് കാണുന്ന രീതിയിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ താഴെ കാണുന്ന രീതിയിൽ ഇതുപോലെയൊക്കെ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി എക്സാമിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ UDC ആണെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റി 50 മാർക്ക്, ജനറൽ നോളജ് 50 മാർക്ക്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും കൊടുത്തിട്ടുണ്ട്. ഇനി ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ പോസ്റ്റുകളിൽ സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റി 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളജ് 50 മാർക്ക്. അതിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അസിസ്റ്റൻറ്റ് UDC JPA സ്റ്റെനോഗ്രാഫർ പോസ്റ്റുകളിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടറിലാണ്. അതിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട് MS വേർഡ്, MS എക്സൽ, MS പവർ പോയിൻറ്റ്. ഓരോ ടെസ്റ്റിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെനോഗ്രാഫിയുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ISROയുടെ കീഴിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ തസ്തികകളിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.